എല്ലാവർക്കും ഫോർ ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുടുക്ക ബിരിയാണിയാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമുക്ക് എങ്ങനെ വീട്ടിൽ കുക്കർ വെച്ചിട്ട് ഈസി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പ് വെച്ച് ചൂടാക്കുക. ചൂടായതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായതിന് ശേഷം ഇതിലേക്ക് സവോളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. എണ്ണ തെറിക്കുന്നുണ്ട്. അപ്പൊ ഇത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അരച്ചതാണ്. ഇത് അരച്ച് ചേർത്താൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ സവോള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് 2 കറിവേപ്പില തണ്ട് കളയാതെ മൊത്തമായിട്ട് ഇടണം. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഈ കറിവേപ്പിലയുടെ മുഴുവൻ രുചി ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. തീ ചൂട് കൂടാതെ നോക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നിറക്കി കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് വെക്കാം. അത് ആവശ്യത്തിന് എരിവ് കുറവുള്ളവർ കുറവ് ചേർത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എല്ലാവരും നാടൻ കുരുമുളക് പൊടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കടയിലെ കുരുമുളക് പൊടി കെമിക്കലായിരിക്കും. നാടൻ കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ എല്ലാവരും നാടൻ കുരുമുളക് കിട്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് നിറപറയുടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബിരിയാണി മസാല 3 ടീസ്പൂൺ ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ. വേവിച്ചെടുക്കാം.
ചിക്കൻ ഒരു വിസിലടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബാക്കി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഇത് 4 ഗ്ലാസ് അരിയുണ്ട്, 8 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ അരി നമുക്ക് മൊത്തം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുടുക്ക് ബിരിയാണി അവസാനം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതിന് മുന്നേ കുറച്ച് സവോള ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുടുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ ഓണാക്കുക. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക.